റെസ്റ്റോറൻറ്റുകളിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി 3/4 കിലോ ചിക്കൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി, സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത്രയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലെ ചിക്കൻ കറിയുടെ റെസിപ്പി യൂട്യൂബിൽ വന്ന് കണ്ടു. ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഈ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടില്ല, മുഴുവനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റുക. ഇതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം നന്നായി ഒന്ന് ചുമന്ന് വരുന്നിടം വരെ വഴറ്റിയെടുക്കുക. അങ്ങനെ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും നന്നായി ചൂടാകുന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ലൊരു കിഴങ്ങ് വലിയൊരു സൈസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയും കിഴങ്ങും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ശരിക്ക് വേകാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചിക്കൻ 3/4% ചിക്കൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുരുമുളക് പൊടിയും മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം. 1 സ്പൂണ് ഗരം മസാലപ്പൊടിയും 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് കടുക് താളിക്കാൻ പോവുകയാണ്. കടുകൊക്കെ താളിക്കുമ്പം കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടെ നന്നായി ചുമന്ന് വരുമ്പോഴത്തേക്കും ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം കറി നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. എല്ലാവരും വെച്ച് നോക്കുക. ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ. ഓക്കെ, ബൈ.